പാർലമെന്റിന്റെ ഇരുസഭകളിലും സംഘർഷമാണ് ഉണ്ടാവുന്നത്. വിഷയം മറ്റൊന്നുമല്ല, അവിടെ CJPയുടെ സമരവും നീറ്റ് വിഷയത്തിൽ ഇന്നലെ പോലീസിന്റെ സമരക്കാർക്ക് നേരെയുള്ള അതിക്രമവും അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാർലമെന്റ് ഇരുസഭകളിലും വലിയ തരത്തിലുള്ള സംഘർഷമുണ്ടാവുന്നത്. പ്രതിപക്ഷം സഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ശക്തമായ നീക്കം നടത്തിയിരിക്കുന്നത്. പാർലമെന്റ് ഇരുസഭകളിലും ഈ വിഷയം ഉന്നയിക്കുമെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതോടുകൂടിയാണ് സമരം ശക്തമാവുന്നത്. രാജ്യവ്യാപകമായി തന്നെ ഈ സമരം ശക്തമാക്കാനാണ് നീക്കമുണ്ടാവുന്നത്. ഇന്ന് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുകയാണ്. അടിയന്തര പ്രമേയമായി നോട്ടീസ് നൽകുകയാണ് പ്രതിപക്ഷം. സർക്കാരിൻ്റെ തുടർ നീക്കങ്ങളും വളരെ നിർണായകമാണ്. കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട്. കിരൺ, എന്താണ് പാർലമെന്റിൽ സംഭവിക്കുന്നത്? നേരത്തെ പ്രതിപക്ഷം ഇത് ഉന്നയിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു രാഹുൽ ഗാന്ധി. എന്താണിപ്പോൾ? നാടകീയ നീക്കങ്ങളാണോ സഭയിൽ? സജിത്തെ, അതിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും അരങ്ങേറിയത്. ലോക്സഭ തുടങ്ങിയപ്പോൾ തന്നെ കടുത്ത രീതിയിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ പ്രതിഷേധത്തെ തുടർന്ന് 12 മണിവരെ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭയിലും സമാനമായ രീതിയിലേക്കുള്ള പ്രതിഷേധം തുടരുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രതിഷേധിക്കുന്ന സമയത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവടക്കം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളെയെല്ലാം ഇന്നലെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അസാധാരണമായ സംഭവങ്ങളാണ് ഉണ്ടായത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിയായിരുന്ന കാലത്ത് നടന്ന എല്ലാ ചോദ്യപേപ്പർ ചോർച്ചയിലും മന്ത്രി സ്വമേധയാ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. KC വേണുഗോപാലാണ് നോട്ടീസ് നൽകിയത്. നിലവിൽ ലോക്സഭ പിരിഞ്ഞ ശേഷം ലോക്സഭയിലെ MP-മാരെല്ലാം, പ്രതിപക്ഷ MP-മാരെല്ലാം പാർലമെന്റ് വളപ്പിൽ, സഭയ്ക്ക് പുറത്ത് പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും പ്രതിപക്ഷം ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. കാരണം പ്രതിപക്ഷ നേതാവിനെ അടക്കമാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. സാധാരണഗതിയിൽ അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ പല കാലത്തും പല പ്രതിപക്ഷ നേതാക്കളും പലതരത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമരങ്ങളിലൊന്നും തന്നെ പ്രതിപക്ഷ നേതാവ് സമരത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്ത് നീക്കുക, അങ്ങനെ ഒരു സംവിധാനം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. ആ സമരത്തിന് പോലീസ് അവിടെ നിൽക്കുന്നതിനപ്പുറത്തേക്ക് അവരെ ബലം പ്രയോഗിക്കുകയോ അല്ലെങ്കിൽ അവരെ നീക്കുകയോ ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെ രാജ്യത്ത് മറ്റേത് മനുഷ്യർ സമരം ചെയ്യുന്നത് പോലെ ആ സമരം ചെയ്തു കഴിഞ്ഞാൽ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുക, ബലം പ്രയോഗിച്ച് നീക്കുക, അത്തരം ഒരു രീതിയാണ് ഉണ്ടായത്. ഏറ്റവും മുതിർന്ന നേതാക്കളൊക്കെയാണ് ഇന്നലെ സമരത്തിലുണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അടക്കം കേരളത്തിൽ നിന്നുള്ള MP-മാർ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP-മാർ, അവരെല്ലാവരും പങ്കെടുത്ത ഒരു സമരമായിരുന്നു. അത്തരം സമരങ്ങളിൽ ഈ തരത്തിൽ ബലപ്രയോഗം നടത്തുക എന്നുള്ളത് സാധാരണമായ രീതിയല്ല. അങ്ങനെ ഒരു ബലപ്രയോഗം നടത്തിയാണ് നീക്കിയത്. അതേസമയം തൊട്ടപ്പുറത്ത് CJPയുടെ നേതൃത്വത്തിൽ സമരം, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം തുടരുകയാണ്. ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരാണ് ഡൽഹിയിലെ തെരുവുകളിൽ അണിനിരന്നിരിക്കുന്നത്. അങ്ങനെ വരുന്ന ചെറുപ്പക്കാർക്ക് അവിടേക്ക് ഭക്ഷണം എത്തിക്കുന്ന അടക്കം പോലീസ് തടഞ്ഞിരുന്നു. ഭക്ഷണവും വെള്ളവും എത്തിക്കുന്ന അടക്കം കൊണ്ടുവരുന്ന വാഹനങ്ങൾ തടയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിന് ബദൽ മാർഗമെന്ന നിലയ്ക്ക് വിവിധ ആളുകൾ വിവിധ ഓൺലൈൻ ഡെലിവറി സൈറ്റുകൾ വഴി ഈ ജന്തർ മന്ദിറിലെ വിലാസത്തിൽ ഭക്ഷണം ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. ആ ഭക്ഷണം ഓർഡർ ചെയ്ത വിവിധ ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ, അങ്ങനെ ആ ഭക്ഷണപ്പൊതികൾ അവിടെ എത്തുന്നു. അവിടെ നിന്ന് അങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് അവർക്ക് ഭക്ഷണം എത്തിക്കുന്ന ഒരവസ്ഥ. അവിടെ ഒരു ഭാഗത്ത് വലിയ ഒരു സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷം അതിശക്തമായ രീതിയിൽ തന്നെ വിഷയം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യസഭയിലും ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ ഇരുസഭകളിലും അതിശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. വലിയ തരത്തിലുള്ള നീക്കമാണ് നടത്തുന്നത്. കിരൺ, ഇത് രാജ്യവ്യാപകമായ പ്രക്ഷോഭമായി മാറ്റാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണോ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നീക്കമുണ്ടാവുക? ഇന്ന് സഭയിൽ കണ്ടതിൻ്റെ തുടർച്ച വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കരുതണം? സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാവും എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം ഇന്നലെ രാത്രി തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം, കേരളത്തിലടക്കം പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലും അല്ലാതെയുമൊക്കെ യുവാക്കളുടെ കൂട്ടായ്മകളുമൊക്കെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തിരുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ വിഷയത്തോട് യോജിക്കുന്ന ചെറുപ്പക്കാർ പല ഭാഗങ്ങളിലായി ഇത്തരം സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇന്ന് കേരളത്തിലടക്കം ഇന്ന് വൈകുന്നേരം പല സ്ഥലങ്ങളിലും അത്തരം സമര കൂട്ടായ്മ, ഐക്യദാർഢ്യ സമര കൂട്ടായ്മകൾക്ക് വിവിധ ഗ്രൂപ്പുകളൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ പ്രതിഷേധം അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിൽ കൂടുതൽ സെലിബ്രിറ്റികളൊക്കെ, സിനിമാ രംഗത്തുള്ളവർ, സാംസ്കാരിക രംഗത്തുള്ളവർ, അങ്ങനെയുള്ള വിവിധ ഭാഗങ്ങളുള്ളവരൊക്കെ ഇന്ന് എത്തി. പ്രകാശ് രാജിനെ പോലെയൊക്കെയുള്ള നടന്മാരൊക്കെ എത്തി സമരപ്പന്തലിൽ തന്നെ ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്നു. അവിടെ തന്നെ കിടന്നുറങ്ങി സമരവുമായി ഐക്യദാർഢ്യപ്പെടുന്നുണ്ട്. ആ തരത്തിൽ അവിടെ ഒരു ഭാഗത്ത് സമരം ശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിനെ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും
നടക്കുന്നുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു സമരത്തിന് പൊടുന്നനെയാണ് കോൺഗ്രസ് നോട്ടീസ് നൽകിയിട്ടല്ല അങ്ങനെ ഒരു സമരം നടത്തിയത്. പൊടുന്നനെ തീരുമാനിക്കുകയായിരുന്നു. അതിന് പ്രധാന കാരണമായി അവർ ഉന്നയിച്ചത് ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി ഉണ്ടാവണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം, ഈ രണ്ടാവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. ഈ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയുമായി ചർച്ചയ്ക്കൊക്കെ സർക്കാർ അയച്ചെങ്കിലും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് രാജിയില്ലാതെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് നിന്നത്. ഇതേ തുടർന്നാണ് 3 മണിക്കൂറോളം അസാധാരണമായ സംഭവങ്ങൾ, നാടകീയമായ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായത്. പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലായിരുന്നു പൊടുന്നനെ ഇങ്ങനെ ഒരു സമരം. പ്രതിപക്ഷ നേതാവ് തന്നെ നയിക്കുന്ന ഒരു സമരം അവിടെ ഉണ്ടാകുന്നു. ആ സമരത്തിൽ ആദ്യ റൗണ്ട് ചർച്ച നടക്കുന്നു. ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ സമവായം കണ്ടെത്താനാവുന്നില്ല. തുടർന്ന് പോലീസ് ആദ്യം രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം പൂർണ്ണമായും അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുന്നു. അതിനുശേഷം ആദ്യഘട്ടത്തിൽ സമരക്കാരെ ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള PC വിഷ്ണു അടക്കമുള്ള മന്ത്രിയും MP ഒക്കെ അടക്കമുള്ളവരൊക്കെ ആദ്യഘട്ടത്തിൽ ബലം പ്രയോഗിച്ച് നീക്കിയിരുന്നു. പിന്നീട് കൂടുതൽ പ്രവർത്തകരും നേതാക്കളും ഒക്കെ എത്തിച്ചേർന്നതോടുകൂടി തൽക്കാലം അത് നിർത്തിവെച്ചിട്ട് ഈ ചർച്ച നടന്നത്. പക്ഷേ ചർച്ചയിലും സമവായമാകാത്തതിനെ തുടർന്ന് 3 മണിക്കൂറിന് ശേഷം പൂർണ്ണമായും എല്ലാ നേതാക്കളെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളൊക്കെ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പരിക്കുപറ്റി മുഖത്ത് നിന്ന് രക്തം വരുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇന്നലെ വ്യക്തമായിരുന്നു. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളെയൊക്കെ ആദ്യം വനിതകളല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനാവില്ല, നീക്കാനാവില്ല എന്ന് അവർ വാശി പിടിച്ചു നിന്നു. അതിനുശേഷം അവരെ പിന്നീട് നമുക്കിപ്പോൾ സഭയിലെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സഭയിൽ തുടക്കം മുതൽ വലിയ പ്രതിഷേധമാണ് കണ്ടത്. ആ ദൃശ്യങ്ങളിലേക്ക്. सदन की मर्यादा को स्थगित किया जाता है। सभी मान्य सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी तरीके से नहीं चलाना चाहते। सदन की मर्यादा को स्थगित किया। Honorable members, from the house of a tragic accident at the under construction. Sir, I am coming back to you. हमने ये सवाल उठाया है कि सोमवार को छात्रों के खिलाफ जिस तरह लाठीचार्ज और हिंसा की गई है उससे मेरा मन लाठीचार्ज अत्यंत उनको യെസ്, രണ്ട് സഭകളും തുടക്കത്തിൽ തന്നെ പ്രതിഷേധത്തിലേക്ക് പോയി. ലോക്സഭയും രാജ്യസഭയും തുടർന്ന് പ്രതിഷേധത്തിൽ ഇടപെടൽ ഉണ്ടാവില്ല എന്ന് കരുതുന്നതോടെ രണ്ട് സഭകളും 12 മണി വരെ നിർത്തിവെക്കുകയായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. ഇതാണ് സഭയിൽ സംഭവിച്ചത്. എന്തായാലും ഇതിൽ വലിയ നീക്കങ്ങളാണ് സംഭവിക്കുന്നത്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ വരുന്ന മണിക്കൂറുകളിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.